ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ നടത്തിയ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an isentropic process is always options reversible and adiabatic, reversible and isothermal, frictionless and irreversible, irreversible and adiabatic. നമുക്കറിയാം റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. എല്ലാ ഐസെൻട്രോപ്പിക് പ്രോസസ്സുകളും അഡിയബാറ്റിക് പ്രോസസ്സുകളാണ്. പക്ഷേ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സുകൾ മാത്രമേ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആകുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പോളിട്രോപിക് പ്രോസസ് ഇക്വേഷൻ PV⁻n is a constant. If n is infinitely large, the process is termed as options constant volume, constant pressure, constant temperature, adiabatic process. ഇവിടെ ശ്രദ്ധിക്കുക, ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ PV ഡയഗ്രമാണിത്. ഇഫ് n is equal to 0, P is equal to constant, process is isobaric. If n is equal to 1, temperature is constant, process is isothermal. If n is equal to gamma, that is adiabatic index, then PV⁻gamma is a constant, that is called adiabatic process. If n is equal to infinity, isochloric process അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. PV⁻n is equal to കോൺസ്റ്റൻറ്റ് എന്ന ഇക്വേഷനിൽ n-ന് ഇൻഫിനിറ്റി വരുവാണെങ്കിൽ പ്രോസസ് ഈസ് ഐസോകോറിക് പ്രോസസ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി ഓഫ് എൻ ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ഓൺലി, ഓൺ ടെമ്പറേച്ചർ ഓഫ് സിങ്ക് ഓൺലി, ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ബോത്ത് സിങ്ക് ആൻഡ് സോഴ്സ് ഓൺലി. നമുക്കറിയാം കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഐഡിയൽ സൈക്കിളാണ്. കാർനോട്ട് സൈക്കിളിന് രണ്ട് ഐസോതെർമൽ പ്രോസസ്സുകളും രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സുകളാണ് ഉണ്ടാവുക. കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സോഴ്സ് ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓഫ് ബോത്ത് സിങ്ക് ആൻഡ് സോഴ്സ് ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ തെർമൽ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് 40%, then the coefficient of performance of a refrigeration working within the same temperature limit would be options 1.5, 2.5, 3.5, 4.5. 40% എഫിഷ്യൻസി ഉള്ള ഒരു കാർനോട്ട് എഞ്ചിൻ്റെ സെയിം സോഴ്സ് ടെമ്പറേച്ചറിലും സെയിം സിങ്ക് ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുന്ന ഒരു റെഫ്രിജറേഷൻ്റെ COP ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഹീറ്റ് എഞ്ചിൻ്റെയും റെഫ്രിജറേഷൻ്റെയും ഫിഗർ ശ്രദ്ധിക്കുക. രണ്ടിൻ്റെയും ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും സെയിം ആണ്. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി 40% ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു TH മൈനസ് TL/TH. നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് 40%. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് TL/TH ഈസ് ഈക്വൽ ടു 0.6 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം COP ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു TL/TH മൈനസ് TL. ഇത് നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ എഴുതാം ഇക്വേഷൻ. നമുക്ക് TL/THൻ്റെ വാല്യൂ അറിയാം. ആ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് COP ഓഫ് റെഫ്രിജറേഷൻ എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 1.5. ഇനി ഹീറ്റ് പമ്പിൻ്റെ COPയുടെ ഇക്വേഷൻ എന്താണ്? COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു TH/TH മൈനസ് TL. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, under what condition the change in entropy of a system equals heat supplied? Options constant volume, constant pressure, constant temperature, standard temperature and pressure conditions. Answer option B, constant pressure. Constant pressure-ലെ heat addition is equal to change in enthalpy. Constant volume-ത്തിലെ heat addition is equal to change in internal energy. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ എന്തുണ്ടാവില്ല, കാര്യമായ ചേഞ്ച് ഉണ്ടാവില്ല. അതേസമയം കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The work done on a reversed heat engine is 80 kilojoule and the heat transfer to the engine from the lower temperature reservoir is 200 kilojoule. The COP as a heat pump is option 2, 2.5, 3.5, 4. നമുക്കറിയാം COP ഓഫ് ഹീറ്റ് പമ്പിൻ്റെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റിജക്റ്റഡ് ടു സോഴ്സ് ബൈ വർക്ക് ഡൺ അല്ലെങ്കിൽ QH ബൈ QH മൈനസ് QL. നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു QH മൈനസ് QL. വർക്ക് ഡൺ നമുക്ക് തന്നിട്ടുണ്ട് 80 കിലോ ജൂൾ, QL നമുക്ക് തന്നിട്ടുണ്ട് 200 കിലോ ജൂൾ. അപ്പോൾ നമുക്ക് QH അല്ലെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് ടു സോഴ്സ് എത്ര കിട്ടും? 80 പ്ലസ് 200 ദാറ്റ് ഈസ് 280 കിലോ ജൂൾ. COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് റിജക്റ്റഡ് ബൈ വർക്ക് ഡൺ ദാറ്റ് ഈസ് 280 ബൈ 80. COP നമുക്ക് 3.5 എന്ന് കിട്ടും. ആൻസർ 3.5. Next question. In a compression process, 100 kilojoule of work is done on the system and the system rejects 75 kilojoule of heat. Then the change in internal energy of the system undergoing process is option 175 kilojoule minus 175 kilojoule plus 25 kilojoule 0. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ഡൺ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഹീറ്റ് ട്രാൻസ്ഫർ തന്നിട്ടുണ്ട് 75 കിലോ ജൂൾ, വർക്ക് ഡൺ തന്നിട്ടുണ്ട് 100 കിലോ ജൂൾ. അതുപോലെ നമുക്കറിയാം ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. അതുപോലെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. ഇവിടെ നമുക്ക് 75 കിലോ ജൂൾ ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റമാണ്. അതുപോലെ തന്നെ 100 കിലോ ജൂൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റമാണ്. ഈ ഇക്വേഷനിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ഡണ്ണിൻ്റെയും വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും മൈനസ് 75 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു DU മൈനസ് 100 കിലോ ജൂൾ. മൈനസ് 75 കിലോ ജൂൾ വരുന്നത് ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ മൈനസ് 100 കിലോ ജൂൾ വരുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയതുകൊണ്ടാണ്. ഫൈനലി നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി DU ഈസ് ഈക്വൽ ടു 25 കിലോ ജൂൾ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി പ്ലസ് 25 കിലോ ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ നോൺ ഫ്ലോ ഐസോകോറിക് പ്രോസസ് വർക്ക് ഡൺ ഈസ് ഓപ്ഷൻ പോസിറ്റീവ്, നെഗറ്റീവ്, 0, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നോൺ ഫ്ലോ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം. ഐസോകോറിക് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. നമുക്കറിയാം എപ്പോഴും കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് തെർമോഡൈനാമിക്സ് പ്രോസസ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡണ്ണുമാണ്. ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1 അല്ലെങ്കിൽ P ഡെൽറ്റ V. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P1 V1 ln V2 ബൈ V1. നെക്സ്റ്റ് പോളിട്രോപിക് പ്രോസസ്സിൽ വർക്ക് ഡൺ P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ N മൈനസ് 1. നെക്സ്റ്റ് അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ Nന് പകരം അഡിയബാറ്റിക് ഇൻഡെക്സ് ഗാമ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൺറെസ്ട്രിക്റ്റഡ് എക്സ്പാൻഷൻ ഈസ് എ ഡാഷ് പ്രോസസ്. ഓപ്ഷൻസ് ഇറിവേഴ്സിബിൾ, റിവേഴ്സിബിൾ, ക്വാസി സ്റ്റാറ്റിക്, നൺ ഓഫ് ദ എബോവ്. അൺറെസ്ട്രിക്റ്റഡ് എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഫ്രീ എക്സ്പാൻഷൻ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനി ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യാതെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽസ് ഹാവ് ഐഡൻറ്റിക്കൽ ന്യൂമറിക്കൽ വാല്യൂ. ഓപ്ഷൻസ് 0.32, മൈനസ് 0.32, 0, മൈനസ് 40. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും സെയിം ന്യൂമറിക്കൽ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് ഡിഫറെൻറ്റ് സ്കെയിൽസിൻ്റെ ടെമ്പറേച്ചർ കൺവേർഷൻ. അതായത് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, റാങ്കൈൻ സ്കെയിൽ ആൻഡ് കെൽവിൻ സ്കെയിൽ. C/5 ഈസ് ഈക്വൽ ടു F minus 32/9 is equal to R/4 is equal to K minus 273/5.
ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ ന്യൂമറിക്കൽ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണെന്നാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ സിക്കും എഫിനും ഒരേ വാല്യൂ ആയതുകൊണ്ട് ഒരു എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ -40 ആയിരിക്കും. അതായത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -40 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A closed system executes a cyclic process. There are 4 heat transfers, 20 kJ to the system, 30 kJ from the system, 25 kJ to the system, and 10 kJ from the system. The net work transfer during the cycle is option +15 kJ, -5 kJ, +3000 Newton meter, +5000 Newton meter. നമുക്കറിയാം ഒരു സൈക്ലിക് പ്രോസസ്സിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ. അതായത് dQ ഈസ് ഈക്വൽ ടു dW. നമുക്കറിയാം ഇവിടെ dQ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 kJ ടു ദ സിസ്റ്റം. ഹീറ്റ് ടു ദ സിസ്റ്റം എന്താണ്? പോസിറ്റീവാണ്. ഹീറ്റ് ഫ്രം ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് 20 kJ ടു ദ സിസ്റ്റം, 30 kJ ഫ്രം ദ സിസ്റ്റം, 25 kJ ടു ദ സിസ്റ്റം ആൻഡ് 10 kJ ഫ്രം ദ സിസ്റ്റം. ടോട്ടൽ ഈസ് 5 kJ. ഇവിടെ ഓപ്ഷനിൽ 5 kJ ഇല്ല. നമുക്കറിയാം ഒരു ജൂള് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 5 kJ ഈസ് ഈക്വൽ ടു 5000 ന്യൂട്ടൺ മീറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ സിസ്റ്റം എക്സിക്യൂട്ട് എ സൈക്ലിക് പ്രോസസ് ദ നെറ്റ് ചേഞ്ച് ഇൻ എ പ്രോപ്പർട്ടി വിൽ ബി ഓപ്ഷൻസ് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒരു സൈക്ലിക് പ്രോസസ്സിൽ നെറ്റ് ചേഞ്ചിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്ലോസ്ഡ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോസ് എൻ ഐസോതെർമൽ പ്രോസസ് ഡ്യൂറിംഗ് വിച്ച് 100 kJ ഓഫ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ സിസ്റ്റം. ദെൻ ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം വിൽ ബി ഓപ്ഷൻ 100 kJ, -100 kJ, 50 kJ, 0. നമുക്കറിയാം ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. നമുക്കിവിടെ തന്ന പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ആൻസർ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹീറ്റ് പമ്പ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 2 റിസർവോയർസ് ഹാസ് എ COP ഈസ് ഈക്വൽ ടു 6. Then its COP as a refrigerator operating between same 2 reservoirs will be options 5, 6, 3, 0. നമുക്കറിയാം COP of a heat pump is equal to COP of a refrigeration plus 1. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? COP of a heat pump തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ COP of a refrigerator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COP of heat pump -1. ഇവിടെ 6 - 1. ആൻസർ ഈസ് 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. compressed air coming out from a punched football options become hotter, become cooler, remain at same temperature, may initially hotter and attain atmospheric temperature. ഈ കേസിൽ എയർ ലീക്ക് ആകുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറ്റ് ദ കോസ്റ്റ് ഓഫ് എനർജി ഓഫ് ഗ്യാസ് ആണ്. ഗ്യാസിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇൻറ്റേർണൽ എനർജി റെഡ്യൂസ് ചെയ്യും, ടെമ്പറേച്ചർ കുറയും, ഗ്യാസ് ബിക്കം കൂളർ. നെക്സ്റ്റ്. ദ റേഷ്യോ ഓഫ് ആക്ച്വൽ സൈക്കിൾ എഫിഷ്യൻസി ടു ദാറ്റ് ഓഫ് ഐഡിയൽ സൈക്കിൾ എഫിഷ്യൻസി ഈസ് കോൾഡ് ഓപ്ഷൻസ് എഫിഷ്യൻസി റേഷ്യോ, എഫക്റ്റീവ്നെസ്, വർക്ക് റേഷ്യോ, നെറ്റ് എഫിഷ്യൻസി. ആൻസർ എഫിഷ്യൻസി റേഷ്യോ. ആക്ച്വൽ സൈക്കിൾ എഫിഷ്യൻസിയുടെയും ഐഡിയൽ സൈക്കിൾ എഫിഷ്യൻസിയുടെയും റേഷ്യോ തന്നെയാണ് നമ്മൾ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് 4 പ്രോസസ്സസ് ഓപ്ഷൻസ് 2 isothermal and 2 isentropic, 2 isentropic and 2 isochoric, 2 isentropic and 2 isobaric. നൺ ഓഫ് ദിസ്. നമുക്കറിയാം കാർനോട്ട് സൈക്കിളിൽ 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡിയബാറ്റിക്, റിവേഴ്സിബിൾ അഡിയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സുകളുമാണ് ഉള്ളത്. അപ്പോൾ ആൻസർ 2 isothermal and 2 isentropic process. Next question. Expansion in a nozzle is options isentropic process, adiabatic process, isochoric process,
isobaric process. Answer option B, adiabatic process. Nozzle expansion ഒരു adiabatic process ആണ്. Next question. When two gases suddenly mix up with each other, then the resultant entropy of the system will options decrease, remain same, increase, may increase or decrease depends upon the initial value. Answer increases. രണ്ട് ഗ്യാസസ് സഡൻലി മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻക്രീസ് ഇൻ ഡിസോർഡർ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്താണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഗ്യാസസ് ബിഹേവ് ഐഡിയലി അണ്ടർ ഓപ്ഷൻസ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ കണ്ടീഷൻസ്, ഹൈ പ്രഷർ കണ്ടീഷൻസ്, ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ്. ആൻസർ ഓപ്ഷൻ ബി, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ കണ്ടീഷൻ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ കണ്ടീഷനിൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്യുലർ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്യാസിന് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ കണ്ടീഷനിൽ അതൊരു ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡയാതെർമിക് വാൾ ഈസ് വൺ വിച്ച് ഓപ്ഷൻസ് പെർമിറ്റ് തെർമൽ ഇൻട്രാക്ഷൻസ്, പ്രിവെൻറ്റ്സ് തെർമൽ ഇൻട്രാക്ഷൻസ്, എൻകറേജ് തെർമൽ ഇൻട്രാക്ഷൻ, ഡസ് നോട്ട് എക്സിസ്റ്റ്. ഹീറ്റ് ട്രാൻസ്ഫർ പെർമിറ്റ് ചെയ്യുന്ന വാളിനെയാണ് നമ്മൾ ഡയാതെർമിക് വാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ, പെർമിറ്റ്സ് തെർമൽ ഇൻട്രാക്ഷൻ. ഹീറ്റ് ട്രാൻസ്ഫർ പെർമിറ്റ് ചെയ്യാത്ത വാളിനെയാണ് നമ്മൾ അഡിയബാറ്റിക് വാൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് പ്രോസസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, നോ വർക്ക് ഈസ് ഡൺ, ഹീറ്റ് എക്സ്ചേഞ്ച് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്, ഓൾ ഓഫ് ദ എബോവ്. ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ വർക്ക് ട്രാൻസ്ഫർ 0 ആയിരിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. ത്രോട്ട്ലിംഗ് ഒരു ഇറവേഴ്സിബിൾ പ്രോസസ്സാണ്. അതൊരു ഐസെൻതാൽപിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആയിരിക്കും. ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ പ്രഷർ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓൾസോ 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, നോ വർക്ക് ഈസ് ഡൺ, ഹീറ്റ് എക്സ്ചേഞ്ച് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. നെക്സ്റ്റ്. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഓപ്ഷൻസ് എൻട്രോപ്പി, എൻതാൽപ്പി, ടെമ്പറേച്ചർ, വോളിയം. നമുക്കറിയാം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ദ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ ഓപ്ഷൻ സി, ടെമ്പറേച്ചർ. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ സെയിം മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് ഇൻപുട്ട് തെർമൽ എഫിഷ്യൻസി ഓഫ് വിച്ച് സൈക്കിൾ ഈസ് മോർ? ഓപ്ഷൻ ഡീസൽ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ, നൺ. സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് അഡീഷന് എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡ്യുവൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ. സെയിം മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് റിജക്ഷന് എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡ്യുവൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. And for same maximum pressure and heat addition, efficiency of diesel cycle is greater than efficiency of dual cycle is greater than efficiency of Otto cycle. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഡ്യുവൽ സൈക്കിളിനേക്കാളും ഡീസൽ സൈക്കിളിനേക്കാളും കൂടുതലായിരിക്കും. ബാക്കിയുള്ള കേസുകളിൽ ഡീസൽ സൈക്കിൾസിനായിരിക്കും എഫിഷ്യൻസി കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് കംപ്രഷൻ ദാറ്റ് വുഡ് കൺസ്യൂം ലെസ് വർക്ക് ഈസ് ഓപ്ഷൻസ് Adiabatic, Polytropic, Isenthalpic, Isothermal. ആൻസർ ഐസോതെർമൽ. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ കംപ്രഷൻ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഡസ് നോട്ട് ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. വർക്ക് ഡൺ ഈസ് ബാലൻസ്ഡ് ആസ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഐസോതെർമൽ കംപ്രഷനിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ലെസ് ആയിരിക്കും. അതേസമയം അഡിയബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അതുകൊണ്ട് തന്നെ കംപ്രഷൻ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇൻക്രീസസ് ഇൻറ്റേർണൽ എനർജി. അഡിയബാറ്റിക് കംപ്രഷൻ്റെ കേസിൽ വർക്ക് ഡൺ അതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഓപ്ഷൻ എ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം ആർ സെയിം. ഓപ്ഷൻ ബി, specific heat at constant pressure is greater than that at constant volume. Option C,
specific heat at constant volume is greater than that at constant pressure? Option D, none of the above. നമുക്കറിയാം ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ആർ സെയിം. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിന് കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഒരേ വാല്യൂ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഹീറ്റ് വാല്യൂ മാത്രമേ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിന് ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെർഫെക്റ്റ് ഗ്യാസ് അറ്റ് 27 degree Celsius ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടിൽ ഇറ്റ്സ് വോളിയം ഈസ് ഡബിൾഡ്. ദ ഫൈനൽ ടെമ്പറേച്ചർ ഈസ് ഓപ്ഷൻസ് 54 degree Celsius, 327 degree Celsius, 108 degree Celsius, 654 degree Celsius. ഇവിടെ നോക്കുക, നമുക്കറിയാം ഗ്യാസ് ലോ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി, അല്ലെങ്കിൽ പി വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നത് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 27 degree Celsius എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 Kelvin. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം ഡബിൾ ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V1/T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300. അപ്പോൾ V1/300 ഈസ് ഈക്വൽ ടു 2V1/T2. ഫൈനലി നമുക്ക് T2 എത്ര കിട്ടും, 600 Kelvin എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനിൽ ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്, അത് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 327 Kelvin എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 327. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൂൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് സ്പെസിഫിക് ഇന്റേണൽ എനർജി ഓഫ് എ ഗ്യാസ്. ഓപ്ഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്, ഡിപ്പെൻഡ്സ് ഓൺ pressure of the gas, independent of pressure of the gas. Option D, both A and C. Joule's law എന്താ പറയുന്നത്, Joule's law states that specific internal energy of an ideal gas does not change if volume and pressure change, but does change if temperature change. Specific internal energy വോളിയത്തിനും പ്രഷറിനും അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യില്ല. ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ഓപ്ഷൻ എന്താണ്, എ ആൻഡ് സി. നെക്സ്റ്റ്, എ സിസ്റ്റം ഇൻ വിച്ച് ദർ ഈസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഓപ്ഷൻ ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐഡിയൽ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതിൻ്റെ ആൻസർ നമുക്കെല്ലാം അറിയാം, ഐസൊലേറ്റഡ് സിസ്റ്റം. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ, മാസ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഉണ്ടെങ്കിൽ എന്താണ്, ഓപ്പൺ സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേറ്റ് ടു ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ്. ഓപ്ഷൻസ് സൈക്കിൾ, പ്രോപ്പർട്ടി, പാത്ത്, പ്രോസസ്. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി, പ്രോപ്പർട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the absence of any unbalanced force within the system itself and also between the system and surroundings, the system is said to be in options thermal equilibrium, chemical equilibrium, mechanical equilibrium, thermodynamic equilibrium. അൺബാലൻസ്ഡ് ഫോഴ്സസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിന് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓപ്ഷൻ സി, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ചേഞ്ചസ് ഒന്നുമില്ലെങ്കിൽ നമുക്കതിനെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്കതിനെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. ഒരു സിസ്റ്റംസ് ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ, അതായത് തെർമൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, ഇത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിനെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്ലൂയിഡ് ഈസ് ബീൻ ത്രോട്ടഡ് ത്രൂ എ വാൽവ് ഫിറ്റഡ് ഇൻ ആൻ ഇൻസുലേറ്റഡ് പൈപ്പ്. വാട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്? ഓപ്ഷൻസ് പ്രഷർ, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി. നമുക്കറിയാം ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസെൻതാൽപിക് പ്രോസസ്സാണ്, അതുകൊണ്ട് എൻതാൽപ്പി ഈസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ വിൽ പ്രൊഡ്യൂസ് നോ എഫക്ട് അതർ ദാൻ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം കൂളർ ബോഡി ടു ഹോട്ടർ ബോഡി. ഹൂ പ്രപ്പോസ്ഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻസ് ക്ലേഷ്യസ്, കെൽവിൻ പ്ലാങ്ക്, കാർനോട്ട്, JP ജൂൾ. നമുക്കറിയാം ഇത് ക്ലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്, അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ, ക്ലേഷ്യസ്. റെഫ്രിജറേഷനും ഹീറ്റ് പമ്പും വർക്ക് ചെയ്യുന്നത് ക്ലേഷ്യസ് സ്റ്റേറ്റ്മെന്റിലാണ്. അതേസമയം നമുക്കറിയാം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്.
എന്താ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഡിവൈസ് ടു പ്രൊഡ്യൂസ് നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് ഓൺലി വിത്ത് ബോഡീസ് അറ്റ് എ സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചർ. ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്, ക്ലാഷിയസ് സ്റ്റേറ്റ്മെൻറ്റും കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ബൈ എനി പ്രൊസീജിയർ നോ മാറ്റർ ഹൗ ഐഡിയലൈസ്ഡ് to reduce any system to the absolute zero temperature in a finite number of operations. The statement corresponds to options 0th law, 3rd law, 1st law, 2nd law. നമുക്കറിയാം ഇത് 3rd law ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറും അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഒരിക്കലും സീറോ ആക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Latent heat of a liquid vapor mixture dash with increase in pressure. Options: does not change, decreases, increases till critical point is reached. നമുക്കറിയാം ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കറസ്പോണ്ട് ടു ഫേസ് ചേഞ്ച് ആണ് നമ്മൾ ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് മാറുമ്പോഴുള്ള ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ, അതായത് ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന പ്യുവർ സബ്സ്റ്റൻസസിൻ്റെ PV ഡയഗ്രമാണ്. ഈ ലൈന് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനാണ്, ഈ ലൈന് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. രണ്ടും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റാണെന്ത്? ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ റീജിയനാണ് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയൻ. ഇവിടെയാണ് ലാറ്റൻറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. നമ്മൾ നോക്കുക, ഈ ഗ്രാഫിൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരുന്നതനുസരിച്ചിട്ട് ലാറ്റൻറ്റ് ഹീറ്റ് ഡിക്രീസ് ചെയ്ത് വരുന്നു. ലാറ്റൻറ്റ് ഹീറ്റ് ഏറ്റവും മിനിമം എവിടെയായിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ വേപ്പറൈസേഷനിൽ ഇൻക്രീസിങ് പ്രഷറിനനുസരിച്ച് ലാറ്റൻറ്റ് ഹീറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഓപ്ഷൻ ബി ഡിക്രീസസ്. Latent heat of liquid vapor mixture decreases with increase in pressure. അടുത്ത ക്വസ്റ്റ്യൻ. If compression ratio of an engine working on Otto cycle is increased from 5 to 6, its air standard efficiency will increase by options 1%, 20%, 8%, remains same. ഓട്ടോ സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 5ൽ നിന്ന് 6ലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചത്. ഇവിടെ നോക്കുക, നമുക്കറിയാം ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു 1 - 1/r⁻⁻1 ആണ്. ഇതിൽ 6 കംപ്രഷൻ റേഷ്യോ, ഗാമ എയറിൻ്റെ അഡിയബാറ്റിക് ഇൻഡെക്സ് അത് 1.41 ആണ്. ഇനി കംപ്രഷൻ റേഷ്യോ 5 ആണെങ്കിൽ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ 6ന് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48.308% എന്ന് കിട്ടും. ഇനി കംപ്രഷൻ റേഷ്യോ 6ലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി 52.031% എന്ന് കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 52.031 - 48.308 ഡിവൈഡഡ് ബൈ 48.308. അപ്പോൾ നമുക്ക് 7.8% കിട്ടും, അപ്രോക്സിമേറ്റ്ലി 8%. ആൻസർ 8%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് ഇൻക്രീസ് ഇൻ കട്ട് ഓഫ് റേഷ്യോ the thermal efficiency of a diesel cycle having fixed compression ratio will options increase, decrease, remains the same, may increase initially and then decreases. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഡിക്രീസസ്. കംപ്രഷൻ റേഷ്യോ ഫിക്സഡ് ആണെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രാം. ഡീസൽ സൈക്കിളിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും 2 ഐസെൻട്രോപിക് പ്രോസസ്സും ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സുമാണ് ഉണ്ടാകുന്നത്. അതായത് ഐസെൻട്രോപിക് കംപ്രഷൻ, ഐസോബാറിക് ഹീറ്റ് അഡീഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ഐസോകോറിക് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഇതാണ് ഡീസൽ സൈക്കിളെ പ്രോസസ്സുകൾ. ഇതിൽ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് V3/V2 ആണ്.
കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻക്രീസ്ഡ് ഹീറ്റ് അഡീഷൻ ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് റേഷ്യോ കൂടുന്നതനുസരിച്ചിട്ട് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ കൂളർ ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻസ് കൂൾ ദ എയർ, റെഡ്യൂസ് വോളിയം, കോസ് മോയ്സ്ചർ ആൻഡ് ഓയിൽ വേപ്പർ ടു ഡ്രോപ്പ് ഔട്ട്, ഇൻക്രീസ് പ്രഷർ. ആഫ്റ്റർ കൂളർ നമ്മൾ കംപ്രസറിൻ്റെയും റിസീവർ ടാങ്കിൻ്റെ ഇടയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറും ഓയിൽ വാട്ടർ വേപ്പറും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. ആഫ്റ്റർ കൂളർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൻ്റെയും റിസീവർ ടാങ്കിൻ്റെ ഇടയിലാണ്. നെക്സ്റ്റ് ഇൻ്റർകൂളർ. ഇൻ്റർകൂളർ എന്ന് വെച്ചാൽ മൾട്ടി സ്റ്റേജ് കംപ്രസറിൽ ലോ പ്രഷർ കംപ്രസറിൻ്റെയും ഹൈ പ്രഷർ കംപ്രസറിൻ്റെയും ഇടയിൽ ഫിക്സ് ചെയ്യുന്ന കൂളിംഗ് സിസ്റ്റമാണ് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. ഇൻ്റർകൂളർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കംപ്രസറിൻ്റെ വർക്ക് റിഡക്ഷന് വേണ്ടിയിട്ടാണ്. കംപ്രസറിൻ്റെ PV ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ അണ്ടർ PV ഡയഗ്രമാണ്. നമ്മൾ ഇൻ്റർകൂളർ യൂസ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വോളിയത്തിൽ റിഡക്ഷൻ ഉണ്ടാവും, അത്രയും വർക്ക് സേവ് ആവും. ഇൻ്റർകൂളർ യൂസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യുന്ന വർക്കാണ് ഈ ഗ്രാഫിൽ ഈ ഗ്രീൻ ഏരിയയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ കൂളറിൻ്റെ ഫംഗ്ഷൻ വാട്ടർ വേപ്പർ റിമൂവലും ഓയിൽ വേപ്പർ റിമൂവലും ആണെങ്കിൽ ഇൻ്റർകൂളർ കംപ്രസറിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്രസർ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് ഓപ്ഷൻസ് ഐസോതെർമൽ ഹോഴ്സ് പവർ ടു ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ഐസോതെർമൽ ഹോഴ്സ് പവർ ടു ഷാഫ്റ്റ് ഹോഴ്സ് പവർ, കംപ്രസർ വർക്ക് ടു മോട്ടോർ ഇൻപുട്ട്, ടോട്ടൽ ഔട്ട്പുട്ട് ടു എയർ ഇൻപുട്ട്. കംപ്രസർ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോതെർമൽ ഹോഴ്സ് പവറിൻ്റെയും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിൻ്റെയും റേഷ്യോ ആണ്. ഓപ്ഷൻ എ ഐസോതെർമൽ ഹോഴ്സ് പവർ ടു ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. ഇനി ഒരു കംപ്രസറിൻ്റെ വോളിയമാട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സ്ട്രോക്കിൽ ഉള്ള ആക്ച്വൽ വോളിയം ഓഫ് എയർ ഇൻടേക്കിൻ്റെയും സെഫ്റ്റ് വോളിയത്തിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ വോളിയമാട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് ആക്ച്വൽ വോളിയം ഓഫ് എയർ ഡ്രോൺ ഇൻ വൺ സ്ട്രോക്ക് ടു സെഫ്റ്റ് വോളിയം. ഐസോതെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റേഷ്യോ ഓഫ് ഐസോതെർമൽ പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ഇനി കംപ്രസറിൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് പവർ ടു ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ ബ്രേക്ക് പവർ. ഓവറോൾ എഫിഷ്യൻസി റേഷ്യോ ഓഫ് ഐസോതെർമൽ പവർ ടു ഷാഫ്റ്റ് പവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് എ 60 kW engine is 80%. What is the mechanical efficiency at 50% of rated load if the frictional power is assumed as constant with load? Options 66.7%, 76.7%, 50%, 80%. നമുക്ക് തന്നിരിക്കുന്ന 60 kW ബ്രേക്ക് പവർ എഞ്ചിൻ്റെ എഫിഷ്യൻസി 80% ആണ്. അതിൻ്റെ 50% റേറ്റഡ് ലോഡിലുള്ള എഫിഷ്യൻസി കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു ബ്രേക്ക് പവർ ബൈ മെക്കാനിക്കൽ എഫിഷ്യൻസി. നമുക്ക് ബ്രേക്ക് പവർ തന്നിട്ടുണ്ട് 60 kW, എഫിഷ്യൻസി തന്നിട്ടുണ്ട് 80%. അതിൽ നിന്ന് നമുക്ക് ഇൻഡിക്കേറ്റഡ് പവർ 75 kW എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ബ്രേക്ക് പവർ ആണ്. അതുകൊണ്ട് തന്നെ 75 മൈനസ് 60 ദാറ്റ് ഈസ് 15 kW. 15 kW ആണ് ഫ്രിക്ഷണൽ പവർ. ഫ്രിക്ഷണൽ പവർ എല്ലാ ലോഡിലും കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് 15 kW ആയി. ഇനി ബ്രേക്ക് പവർ അറ്റ് 50% ലോഡ്. 50% ലോഡിൽ ബ്രേക്ക് പവർ 60 × 0.5 അല്ലെങ്കിൽ 30 kW ആയിരിക്കും 50% റേറ്റഡ് ലോഡിലുള്ള ബ്രേക്ക് പവർ. ഇനി 50% റേറ്റഡ് ലോഡിലുള്ള മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ അറ്റ് റേറ്റഡ് ലോഡ്. ദാറ്റ് ഈസ് ബ്രേക്ക് പവർ ബൈ ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ. ദാറ്റ് ഈസ് 30/45 എന്ന് വരും. ആൻസർ 66.67%. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 66.67%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്ഷൻസ് ഏരിയ ഓഫ് കോണ്ടാക്ട്, നേച്ചർ ഓഫ് കോണ്ടാക്ട് സർഫേസസ്, ഷേപ്പ് ഓഫ് ദ ബോഡി, നൺ ഓഫ് ദ എബോവ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നേച്ചർ ഓഫ് കോണ്ടാക്ട് സർഫേസസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി നേച്ചർ ഓഫ് കോണ്ടാക്ട് സർഫേസസ്.
Next question, the angle of inclination of an inclined plane when a body about to slide down is called. Options: angle of friction, angle of repose, angle of kinetic friction, cone of friction. Answer is option B, angle of repose. ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സർഫസിൻ്റെ ഇൻക്ലിനേഷൻ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആകുമ്പോൾ ആ ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു മാക്സിമം ഇൻക്ലിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് എ ബോഡി വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് സ്ലൈഡ്സ് ഡൗൺ. നെക്സ്റ്റ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഒരു ബോഡി ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും ടോട്ടൽ റിസൾട്ടൻ്റ് റിയാക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു റിസൾട്ടൻ്റ് റിയാക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് റിസൾട്ടൻ്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഈ ബോഡി ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. ആ ഫ്രിക്ഷണൽ ഫോഴ്സും അതിൻ്റെ നോർമൽ റിയാക്ഷനും മേക്ക് ചെയ്യുന്ന റിസൾട്ടൻ്റാണ് ഈ ആർ എന്ന് പറയുന്നത്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. അങ്ങനെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ജനറേറ്റ് ചെയ്യുന്ന കോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു 360 ഡിഗ്രിയിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടൻ്റ് ഒരു കോൺ ജനറേറ്റ് ചെയ്യും. ആ കോണിനെയാണ് നമ്മൾ പറയുന്നത് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കിൾ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ഈസ്. ഓപ്ഷൻസ്: πr²/2, πr⁴/4, πr²/6, πr²/8. ആൻസർ ഓപ്ഷൻ ബി, πr⁴/4. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഫിഗറിൽ വിഡ്ത്ത് ബിയും ഹൈറ്റ് എച്ചും ഉള്ള ഒരു റെക്ടാങ്കുലറാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12 bh³ ആയിരിക്കും. വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ 1/12 b³ ആയിരിക്കും. ഇനി ബേസിന് എബൌട്ട് ആയിട്ട് ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 bh³ ആയിരിക്കും. ഇനി ഒരു സൈഡിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 b³ ആയിരിക്കും. നെക്സ്റ്റ്, ഒരു ട്രയാങ്കുലർ ലാമിനയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ട് ആയിട്ടാണെങ്കിൽ 1/36 bh³ ആയിരിക്കും. ബേസിന് എബൌട്ട് ആയിട്ടുണ്ടെങ്കിൽ 1/12 bh³ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സർക്കുലർ ലാമിനയാണെങ്കിൽ അതിൻ്റെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 1/4 πr⁴ ആയിരിക്കും, അല്ലെങ്കിൽ 1/64 πd⁴. പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ സെഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ് എന്ത്? 1/2 πr⁴ അല്ലെങ്കിൽ 1/32 πd⁴. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്കെയിലാർ ക്വാണ്ടിറ്റി? ഓപ്ഷൻ എ എനർജി, ഓപ്ഷൻ ബി കൈനമാറ്റിക് വിസ്കോസിറ്റി, ഓപ്ഷൻ സി പവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഈ തന്നതിൽ ഒരു ക്വാണ്ടിറ്റിയും സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നെക്സ്റ്റ്, റേഷ്യോ ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ്. ഓപ്ഷൻ: ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, ഓൾവേസ് ലെസ് ദാൻ 1, ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഡി നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഡൈനാമിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി, ഓൾവേസ് ലെസ് ദാൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ ഈസ് ടു ബി ഡബിൾഡ് ഫോർ ദ സെയിം വിഡ്ത്ത്, ഇറ്റ്സ് ഹൈറ്റ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ടു. ഓപ്ഷൻസ്: 2h, 0.5h, 1.26h, 1.414h. അതായത് നമുക്ക് തന്ന ഒരു റെക്ടാങ്കുലർ ലാമിനയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡബിൾ ചെയ്തു, വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്ര ഇൻക്രീസ് ചെയ്യേണ്ടി വരും? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ ലാമിനയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I = bh³/12. നമുക്ക് തന്ന കണ്ടീഷൻ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡബിൾ ചെയ്തു, വിഡ്ത്ത് സെയിം ആണ്, ഹൈറ്റ്
എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇക്വേഷനാക്കി എഴുതി കഴിഞ്ഞാൽ 2 × BH³/12 ഈസ് ഈക്വൽ ടു BH1³/12. അപ്പോൾ നമുക്ക് കിട്ടും ന്യൂ ഹൈറ്റ് H1 ഈസ് ഈക്വൽ ടു 2⁻⁴ h എന്ന് കിട്ടും. ആൻസർ 1.26 h. നെക്സ്റ്റ്, when a body is about to slide down, the inclination of the plane to horizontal is options equal to the angle of friction, more than the angle of friction, less than the angle of friction, none of this. നമുക്കറിയാം, ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നിന്ന് സ്ലൈഡ് ഡൗൺ ചെയ്യാൻ പോകുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് റീപോസ് എപ്പോഴും ആംഗിൾ ഓഫ് ഫ്രിക്ഷന് ഈക്വൽ ആയിരിക്കും. അപ്പോഴാണ് ബോഡി സ്ലൈഡ് ഡൗൺ ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നെക്സ്റ്റ്, ഇഫ് ദ സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് 0, then the body may be in equilibrium provided the forces are options concurrent, parallel, like parallel, unlike parallel. ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് 0 ആയതുകൊണ്ട് ബോഡി ഇക്വിലിബ്രിയത്തിൽ ആവണമെന്നില്ല. പക്ഷേ ഫോഴ്സസ് കൺകറൻ്റ് ആണെങ്കിൽ ബോഡി ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് എ, കൺകറൻ്റ് ഫോഴ്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് എനർജി ആർ റെസ്പെക്റ്റീവ്ലി ഓപ്ഷൻസ് ന്യൂട്ടൺ ആൻഡ് വാട്ട്, ഡൈൻ ആൻഡ് എർക്ക്, ന്യൂട്ടൺ ആൻഡ് ജൂൾസ്, കിലോഗ്രാം വെയിറ്റ് ആൻഡ് ജൂൾ. നമുക്കറിയാം ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, എനർജിയുടെ SI യൂണിറ്റ് ജൂൾ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഡൈൻ ആണ് ഫോഴ്സിൻ്റെ CGS യൂണിറ്റ്, എർഗ് ആണ് എനർജിയുടെ CGS യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ ഫോഴ്സ്, ടോർക്ക്, ആംഗുലാർ വെലോസിറ്റി, ഇമ്പൾസ്. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് കോൾഡ് ഓപ്ഷൻ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്കറിയാം റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇനി യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താ? റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ബൾക്ക് മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് കംപ്രസീവ് സ്ട്രെസ് ടു വോളിയമാറ്റിക് സ്ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ മൈൽഡ് സ്റ്റീൽ ബാർ വെൻ കണ്ടക്റ്റഡ് അറ്റ് ടെൻസൈൽ സ്ട്രെസ്, strain goes on increasing without an appreciable load. The stress corresponding to this is options ultimate stress, fracture stress, nominal stress, yield stress. അതായത് നമ്മളൊരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ടെൻസൈൽ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ലോഡിൽ വലിയ ഇൻക്രീസ് ഇല്ലാതെ തന്നെ സ്ട്രെയിനിൽ ഒരു സിഗ്നിഫിക്കൻസ് ഇൻക്രീസ് ഉണ്ടാവും. ഈ പോയിന്റ് ഏത്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ഈൽഡ് സ്ട്രെസ്. ഇവിടെ ശ്രദ്ധിക്കുക, ടെൻസൈൽ ടെസ്റ്റ് നടത്തുമ്പോൾ കിട്ടുന്ന മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ് ഇത്. ഈ കർവ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഇൻക്രീസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് ഈ പി എന്നുള്ള പോയിന്റ് വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഈ ലോനെയാണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരെ മെറ്റീരിയലിന് അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയലിന് പഴയ സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റും. ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് മെറ്റീരിയലിൻ്റെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു പോയിന്റിനാണ് നമ്മൾ ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഈൽഡ് പോയിന്റിൽ എത്തുമ്പോൾ മെറ്റീരിയലിൻ്റെ മോളിക്കുലാർ ബോണ്ടിൽ ബ്രേക്ക് വരും, മെറ്റീരിയൽ പ്ലാസ്റ്റിക്കിൽ ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വലിയൊരു ഇൻക്രീസ് ലോഡിലില്ലാതെ തന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് എവിടം വരെ കണ്ടിന്യൂ ചെയ്യും? ഇതൊരു ലോവർ ഈൽഡ് പോയിന്റ് എന്നുള്ളൊരു പോയിന്റ് വരെ ഈ ഒരു ഫിനോമിനൻ കണ്ടിന്യൂ ചെയ്യും. ആഫ്റ്റർ ലോവർ ഈൽഡ് പോയിന്റ് വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും.
അങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ബിയറബിൾ സ്ട്രെസ്സിലെത്തും. ആ പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിനെ ബിയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡക്റ്റൈൽ മെറ്റീരിയലിൽ നെക്കിങ് അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഒരു നെക്ക് പോലെയുള്ള സ്ട്രക്ചർ ഫോം ചെയ്യാൻ തുടങ്ങും. ഈ റീജിയനെയാണ് നമ്മൾ നെക്കിംഗ് റീജിയൻ എന്ന് പറയുന്നത്. ഫൈനലി ഇത് ബി എന്നുള്ളൊരു പോയിന്റിൽ വെച്ചിട്ട് ഫ്രാക്ചർ ആവും. ആ പോയിന്റിനെ നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ലോഡിൽ വലിയ ഇൻക്രീസ് ഇല്ലാതെ സ്ട്രെയിനിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഉണ്ടാകുന്ന പോയിന്റാണ് എന്ത്? ഈൽഡ് പോയിന്റ്. ആ ഈൽഡ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഈൽഡ് സ്ട്രെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് L ഈസ് ഹാവിംഗ് എ പോയിന്റ് ലോഡ് W ആക്ടിംഗ് അറ്റ് ദ സെൻറ്റർ. ദ മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് ആക്ടിംഗ് അറ്റ് ദ സെൻറ്റർ ഈസ്. ഓപ്ഷൻസ് WL²/4, WL/4, WL/2, WL²/8. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിൽ ഒരു W പോയിൻ്റ് ലോഡുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് RA = W/2 എന്നും RB = W/2 എന്നും കിട്ടും. ഇനി ഈ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് നോക്കുവാണെങ്കിൽ ബി എന്നുള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് -0.5 ആയിരിക്കും. സിയിൽ W എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഷിയർ ഫോഴ്സ് -0.5 എന്ന് +0.5 ചേഞ്ച് ചെയ്യും. എ എന്നുള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് +0.5 ആയിരിക്കും. ഇനി ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അറ്റ് ബി ബെൻഡിങ് മൊമെൻറ്റ് =0. ബി എന്നുള്ള പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ഇനി സിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ RB ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി, അതായത് RB ഇൻറ്റു L/2. RB നമുക്കറിയാം W/2 ആണ്, ഡിസ്റ്റൻസ് L/2. അതുകൊണ്ട് തന്നെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി = WL/4 എന്ന് കിട്ടും. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി WL/4. ഇനി എ എന്നുള്ള പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ RB ഇൻറ്റു L മൈനസ് W ഇൻറ്റു L/2. ഈ മൈനസ് വരുന്നത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ ചേഞ്ച് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും W/2 ഇൻറ്റു L മൈനസ് W/2 ഇൻറ്റു L ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കേസിൽ മാക്സിമം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെൻട്രലാണ് WL/4. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി WL/4. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ D? ഓപ്ഷൻസ് πd⁴/64, πd⁴/32, πd⁴/128, πd⁴/16. ഒരു സർക്കുലർ ലാമിനയുടെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. ഇവിടെ XY പ്ലെയിനിലുള്ള ഈ സർക്കുലർ ലാമിനയുടെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ Z ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. ഒരു സർക്കുലർ ലാമിനയുടെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πd⁴/32, റേഡിയസിൻ്റെ ടേംസ് പറഞ്ഞാൽ πr⁴/2. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ J വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ πd⁴/32. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് K is the bulk modulus, E is the Young's modulus and N is the shear modulus, then which is the relation to find out Poisson ratio? Options 9kn/n plus 3k, 3k minus 2n/6k plus 2n. Option C 2n into 1 plus 1/k. Option D 3n into 1 minus 1/k. ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ നമുക്ക് ഒരു 4 റിലേഷൻസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. E യങ്സ് മോഡുലസ്, K ബൾക്ക് മോഡുലസ്, G ഷിയർ മോഡുലസ് ആൻഡ് ന്യൂ പോയ്സൺസ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് ഒരു 4 റിലേഷൻസ് ഇങ്ങനെ എഴുതാം. E = 9kg/3k plus G. E = 2G into 1 plus new. E = 3k into 1 minus 2 new. New is equal to 3k minus 2g divided by 6k plus 2g. ഈ 4 റിലേഷൻസും നമ്മൾ ഓർത്ത് വെക്കണം. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് മ്യൂ ആയിട്ടുള്ള റിലേഷനാണ്. ഇവിടെ ഷിയർ മോഡുലസ് n ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി
3k minus 2n by 6k plus 2n. Next question. For a cantilever beam of length L, the shear force diagram is a rectangle of size P into L. Then the value of maximum bending moment is option 2PL, PL by 2, PL, PL by 4. ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഒരു കാൻഡിലിവർ ബീമിൻ്റെ അറ്റത്ത് ഒരു പോയിന്റ് ലോഡ് ഉള്ള ടൈപ്പ് സിറ്റുവേഷനാണിത്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു റെക്റ്റാങ്കിൾ വരുന്നത്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എല്ലും വിഡ്ത്ത് പി ആണ്. ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എൽ ആണ്, വിഡ്ത്ത് പി ആണ് നമുക്ക് തന്നത്. ഈ സിറ്റുവേഷനിൽ എന്താണ് വിഡ്ത്ത് ഡബ്ല്യു ആണ് ഈ കേസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? പി എൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി പി എൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് കാൻഡിലിവർ വിൽ ഓൾവേസ് ബി ഓപ്ഷൻസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്, പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്, സീറോ, ഓപ്ഷൻ ഡി ചേഞ്ചിങ് ദ ബെൻഡിങ് മൊമെൻറ്റ് സൈൻ. ഈ ഫിഗർ തന്നെ ശ്രദ്ധിക്കുക. കാൻഡിലിവർ ബീമാണ്, കാൻഡിലിവറിൻ്റെ ഫ്രീ എൻഡാണ് ഈ ബി എന്ന് പറയുന്നത്. ആ ബിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? സീറോ ആണ്. അതായത് കാൻഡിലിവറിൻ്റെ ഫ്രീ എൻഡിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എപ്പോഴും സീറോ ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി സീറോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിൽറ്റ് ഇൻ ബീം ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഫിക്സഡ് ബീം, ഓവർഹാങ്ങിങ് ബീം, കാൻഡിലിവർ ബീം. ആൻസർ ബിൽറ്റ് ഇൻ ബീം എന്ന് പറയുന്നത് ഫിക്സഡ് ബീമാണ്. ഇവിടെ നോക്കുക, ടൈപ്പ് ഓഫ് ബീം. കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് ഫിക്സഡും നെക്സ്റ്റ് എൻഡ് ഫ്രീയും ആയിട്ടുള്ള ബീമിനെയാണ് നമ്മൾ കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡിലും സപ്പോർട്ട് ചെയ്ത ബീമിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് കഴിഞ്ഞ് വീണ്ടും ഔട്ട്സൈഡിലേക്ക് ഹാങ് ചെയ്യുന്ന ബീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡും ഫിക്സ് ചെയ്ത ബീംസ്. ഇനി കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലധികം സപ്പോർട്ട് ചെയ്യുന്ന ബീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ പെർ യൂണിറ്റ് ഡയമെൻഷൻ ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ഓപ്ഷൻ സ്ട്രെസ്, സ്ട്രെയിൻ, ടെൻഷൻ, പ്ലാസ്റ്റിസിറ്റി. നമുക്കറിയാം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂക്സ് ലോ ഹോൾഡ് അപ് ടു ഓപ്ഷൻസ് ഈൽഡ് പോയിന്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ബ്രേക്കിംഗ് പോയിന്റ്. നേരത്തെ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു ഹൂക്സ് ലോ എന്ന് വെച്ചാൽ എന്താ? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അപ് ടു ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഈ കേസിൽ നമുക്ക് ഓപ്ഷനിൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇല്ല. അതുകൊണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് ആൻസർ. ഇങ്ങനെ പറയുന്നതിന് കാരണം ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയും ഇലാസ്റ്റിക് ലിമിറ്റും ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലിലും വളരെ വളരെ അടുത്ത പോയിന്റുകളാണ്. വളരെ ചുരുക്കം മെറ്റീരിയലിൽ മാത്രമേ ഇത് രണ്ടും തമ്മിലൊരു നോട്ടീസബിൾ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി തന്നില്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ ഈസ് ദ പോയിന്റ് വേർ ഓപ്ഷൻ എ ഷിയർ ഫോഴ്സ് ഈസ് സീറോ, ബി ബെൻഡിങ് മൊമെന്റ് ഈസ് സീറോ, സി ബീം ഈസ് സപ്പോർട്ടഡ്, ഡി ദ ബെൻഡിങ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഒരു കാൻഡിലിവർ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രമാണ് ഈ തന്നിരിക്കുന്നത്. ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബെൻഡിങ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. നെക്സ്റ്റ്. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ ഹാവിംഗ് ബി വിഡ്ത്ത് ആൻഡ് ഡി ഡെപ്ത് അബൌട്ട് എക്സ് ആക്സിസ് ഈസ് ഗിവൺ ബൈ ഓപ്ഷൻ എ ബി ഡി ക്യൂബ് ബൈ 12, ഓപ്ഷൻ ബി ബി ക്യൂബ് ഡി ബൈ 12, ഓപ്ഷൻ സി ബി സ്ക്വയർ ഡി സ്ക്വയർ ബൈ 6, ഓപ്ഷൻ ഡി ബി ഡി ബൈ 36. നമ്മൾ മുന്നേ ഉള്ളൊരു ക്വസ്റ്റ്യനിൽ റെക്ടാങ്കുലർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും എബൌട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റെക്ടാങ്കുലർ സെക്ഷൻ്റെ വിഡ്ത്ത് ബിയും ഡെപ്ത് ഡിയും ആണെങ്കിൽ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ബി ഡി ക്യൂബ് ബൈ 12, വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ബി ക്യൂബ് ഡി ബൈ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റീൽ വയർ ഓഫ് 5 mm diameter is bent into a circular shape of 5 meter radius.
Young's modulus E is equal to 200 gigapascal. The maximum stress induced in the wire is option A 100 Newton per mm square, option B 1000 Newton per mm square, option C 10 Newton per mm square, option D 1 Newton per mm square. 5 mm ഡയമീറ്റർ ഉള്ള ഒരു സ്റ്റീൽ വയർ 5 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഒരു മെറ്റീരിയലിനെ ബെൻഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. ഈ ഡീഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ആണെന്ത് ബെൻഡിങ് സ്ട്രെസ്, അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെസ് ആണെന്ത് ബെൻഡിങ് സ്ട്രെസ്. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് അനുസരിച്ച് നമുക്കറിയാം സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇതിൽ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂട്രൽ ആക്സിസ് ആൻഡ് എക്സ്ട്രീം ഫൈബർ ഓഫ് ദ മെറ്റീരിയൽ, ഇ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ, ആറ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് സ്റ്റീൽ വയറിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഈ സ്റ്റീൽ വയറിൻ്റെ ഈ ആക്സിസിന് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് എന്ത് ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസിന് എൻ ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ഡി ബൈ 2 ഡയമീറ്റർ ഓഫ് ദ വയർ ബൈ 2, ദാറ്റ് ഈസ് 2.5 mm എന്ന് കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് യങ്സ് മോഡുലസ് ഓഫ് ദ സ്റ്റീൽ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ജിഗാപാസ്കൽ, അല്ലെങ്കിൽ നമുക്കതിനെ 200 × 10³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് എഴുതാം. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ 5 മീറ്റർ, അതായത് സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഒരു സ്റ്റീൽ വയർ ഒരു സർക്കിളായിട്ട് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 മീറ്റർ അല്ലെങ്കിൽ 5000 mm. ഇനി ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ, ദാറ്റ് ഈസ് സിഗ്മ ബൈ 2.5 ഈസ് ഈക്വൽ ടു 200 × 10³ 1000. ഫൈനൽ ആൻസർ നമുക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ബീറ്റൺ ഓർ റോൾഡ് ഇൻ ടു പ്ലേറ്റ്സ് ഈസ് കോൾഡ് ഓപ്ഷൻ എ എലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി മാലിയബിലിറ്റി, ഓപ്ഷൻ സി റിജിഡിറ്റി, ഓപ്ഷൻ ഡി വിസ്കോസിറ്റി. ഒരു മെറ്റീരിയലിനെ പ്ലേറ്റുകളായിട്ട് മാറ്റിയെടുക്കാനുള്ള പ്രോപ്പർട്ടി മാലിയബിലിറ്റി. നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് പോയ്സൺസ് റേഷ്യോ ഫോർ കോർക്ക് ആൻഡ് കോൺക്രീറ്റ് ആർ ഓപ്ഷൻ എ 0.1 and 0, ഓപ്ഷൻ ബി 0 and 0.5, ഓപ്ഷൻ സി 0 and 0.1, ഓപ്ഷൻ ഡി 0.5 and 0. കോർക്കിൻ്റെ പോയ്സൺസ് റേഷ്യോ 0ഉം കോൺക്രീറ്റിൻ്റെ പോയ്സൺസ് റേഷ്യോ 0.1 ആണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി 0 and 0.1. റബ്ബറിൻ്റെ ആണെങ്കിൽ പോയ്സൺസ് റേഷ്യോ 0.5 ആണ്. ഇനി പോയ്സൺ റേഷ്യോയുടെ റേഞ്ച് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ -1 to 0.5 വരെയാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസിൻ്റെ കേസിലും പോയ്സൺ റേഷ്യോയുടെ റേഞ്ച് 0 to 0.5 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു എ കപ്പിൾ അറ്റ് മിഡ് സ്പാൻ ഹാസ് ഓപ്ഷൻസ് സെയിം ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് 0 ഷിയർ സ്ട്രെസ് ത്രൂ ഔട്ട് ദ ലെങ്ത്, സെയിം ഷിയർ സ്ട്രെസ് ആൻഡ് 0 ബെൻഡിങ് മൊമെൻറ്റ് ത്രൂ ഔട്ട് ദ ലെങ്ത്, 0 bending moment at ends and maximum at the center, D none of the above. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റ് ടു എ കപ്പിൾ അറ്റ് മിഡ് പോയിന്റ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെയും കണ്ടീഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് 0 ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എൻഡ്സ് ആൻഡ് മാക്സിമം അറ്റ് ദ സെൻറ്റർ. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്, അതിൻ്റെ മിഡ് സ്പാനിൽ എന്തുണ്ട് ഒരു കപ്പിളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ഇതുപോലെയായിരിക്കും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം രണ്ട് എൻഡിലും 0 ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും. മിഡ് പോയിന്റിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ 0 ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എൻഡ്സ് ആൻഡ് മാക്സിമം അറ്റ് ദ സെൻറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരീസ് 2 equal load W at a distance of L/3 from either ends. The maximum bending moment is options WL/3, WL/4, WL/8, 2WL/3. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ രണ്ടെണ്ടിൽ നിന്നും L/3 ഡിസ്റ്റൻസിൽ
W എന്നുള്ള ലോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗർ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ കേസ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൻ്റെ രണ്ട് എൻഡിൽ നിന്നും L/3 ഡിസ്റ്റൻസിൽ W എന്നുള്ള പോയിന്റ് ലോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RA = W എന്ന് കിട്ടും, RB = W എന്ന് കിട്ടും. രണ്ട് എൻഡിലെയും റിയാക്ഷൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇതുപോലെയാണ് വരിക. അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് B എന്നുള്ള പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. D എന്നുള്ള പോയിന്റിലാണെങ്കിൽ നമുക്കറിയാം L/3 ഡിസ്റ്റൻസ് ആണ് RBയും Dയും തമ്മിലുള്ളത്. RB × L/3 ദാറ്റ് ഈസ് W × L/3 ആയിരിക്കും D എന്നുള്ള പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റ്, W × L/3. ഇനി സിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RB × 2L/3 RB × 2L/3 മൈനസ് W × L/3 മൈനസ് W × L/3. മൈനസ് വരുന്നത് സൈൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് WL/3. ഇനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് A RB × L മൈനസ് W × 2L/3 മൈനസ് WL/3. ടോട്ടൽ എത്ര കിട്ടും? ടോട്ടൽ 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് എത്രയാ? WL/3. ഓപ്ഷൻസ് എ WL/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, malleability of a material can be defined as options: ability to recover its original form, ability to undergo large permanent deformation in compression, ability to undergo large permanent deformation in tension. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബവ്. നമുക്കറിയാം malleability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു അണ്ടർഗോ ലാർജ് പെർമനൻറ്റ് ഡിഫോർമേഷൻ ഇൻ കംപ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് ഈസ് ഓപ്ഷൻ എ kg/cm, ഓപ്ഷൻ ബി ന്യൂട്ടൺ മീറ്റർ, ഓപ്ഷൻ സി kg/m, ഓപ്ഷൻ ഡി kg/cm². നമുക്കറിയാം യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ സെയിം യൂണിറ്റ് ആണ്. ഓപ്ഷൻ ഡി kg/cm². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസോട്രോപിക് മെറ്റീരിയൽസ് ആർ ദോസ് വിച്ച് ഹാവ് ദ സെയിം ഓപ്ഷൻ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ, തെർമൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ, ഡെൻസിറ്റി ത്രൂ ഔട്ട്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനിലും സെയിം ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the bulk modulus of elasticity with increase in pressure. Option decreases, increases, remain constant, unpredictable. നമുക്കറിയാം ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് കംപ്രസീവ് സ്ട്രെസ് ബൈ വോളിയമാറ്റിക് സ്ട്രെയിൻ. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ബൾക്ക് മോഡുലസ് ഇൻക്രീസ് ചെയ്യും. ആൻസർ ഓപ്ഷൻ ബി, ഇൻക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 wires are made of the same material. Which of these will have the largest extension when the same tension is applied? Options A, length 50 cm and diameter 0.5 mm, length 100 cm and diameter 5 mm, length 200 cm and diameter 2 mm, length 300 cm and diameter 3 mm. നമുക്കറിയാം ഹൂക്സ് ലോ പ്രകാരം സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെസ്സിനെ നമുക്ക് റിയാക്റ്റീവ് ഫോഴ്സ് പെർ ഏരിയ എന്ന് എഴുതാം. സ്ട്രെയിനിനെ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് എഴുതാം. അതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഫോർമുല നമുക്ക് കിട്ടും. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു PL/EA. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്ലൈഡ് ടെൻഷൻ സെയിം ആണ്, അതായത് P കോൺസ്റ്റൻ്റ് ആണ്. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് യങ്സ് മോഡുലസ് ഇയും കോൺസ്റ്റൻ്റ് ആണ്. ഏരിയയെ നമുക്ക് π/4 d² എന്ന് എഴുതാം. ഫൈനലി നമുക്ക് കിട്ടും ചേഞ്ച് ഇൻ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/d². ഈ L/d² ഏത് വാല്യൂ ആണോ കൂടുതൽ വരുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ ചേഞ്ച് ഇൻ ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഓരോ വയറിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തിൻ്റെ വയറിൻ്റെ ലെങ്ത് 500 mm, ഡയമീറ്റർ 0.05 mm. അപ്പോൾ L/d² വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000. സെക്കൻഡ് വയറിൻ്റെ L/d² വാല്യൂ 40, തേർഡ് വയറിൻ്റെ L/d² വാല്യൂ 500, ഫോർത്ത് വയറിൻ്റെ L/d² വാല്യൂ
333.33. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഫസ്റ്റ് വയറിൻ്റെ വാല്യൂ. അതുകൊണ്ട് മാക്സിമം എക്സ്റ്റൻഷൻ ഏതിലായിരിക്കും ഉണ്ടാകുന്നത്? ഫസ്റ്റ് വയറിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ 0.5 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പിൾ പ്രൊഡ്യൂസസ് ട്രാൻസ്ലേറ്റർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, കമ്പൈൻഡ് ട്രാൻസ്ലേറ്റർ ആൻഡ് റൊട്ടേഷണൽ മോഷൻ, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഒരു കപ്പിൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ബി, റൊട്ടേഷണൽ മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബീം എൻകാസ്റ്റേഡ് അറ്റ് ബോത്ത് എൻഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ, സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓപ്ഷൻ ബി, ഫിക്സഡ് ബീം. ഓപ്ഷൻ സി, കണ്ടിന്യൂസ് ബീം. ഓപ്ഷൻ ഡി, കാൻഡിലീവർ ബീം. രണ്ട് എൻഡും ഫിക്സ് ചെയ്ത ബീമിന് നമ്മൾ പറയുന്നതാണ് ഫിക്സഡ് ബീം. ഓപ്ഷൻ ബി, ഫിക്സഡ് ബീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലാസ്റ്റിസിറ്റി ഓഫ് എ ബോഡി ഈസ്. ഓപ്ഷൻ എ, ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ബോഡി റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ലോഡ്. ബി, ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. സി, ദ റെസിസ്റ്റൻസ് ടു ഫോഴ്സ് ആക്ടിംഗ്. ഡി, ലാർജ് ഡീഫോമബിലിറ്റി ആസ് ഇൻ ദ കേസ് ഓഫ് റബ്ബർ. നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ബൈ വിച്ച് ബോഡി റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ലോഡ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, സ്ട്രെസ് ഇൻ എ മെമ്പർ സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് ഈസ്. ഓപ്ഷൻ, കണ്ടിന്യൂഡ് ഡീഫോർമേഷൻ അണ്ടർ സസ്റ്റൈൻഡ് ലോഡിംഗ്. ഓപ്ഷൻ ബി, ലോഡ് പെർ യൂണിറ്റ് ഏരിയ. ഓപ്ഷൻ സി, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ മെറ്റീരിയൽ പെർ യൂണിറ്റ് ഏരിയ ടു എ ഫോഴ്സ്. ഓപ്ഷൻ ഡി, ദ സ്ട്രെയിൻ പെർ യൂണിറ്റ് ലെങ്ത്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ മെറ്റീരിയൽ പെർ യൂണിറ്റ് ഏരിയ. ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the volumetric strain is the ratio of the. Option A, original thickness to the change in thickness. Option B, change in volume to the original volume. Option C, change in thickness to the original thickness. Option D, original volume to the change in volume. നമുക്കറിയാം വോളിയമാറ്റിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the law stress is proportional to strain within certain limit is formulated by. Option A, Thomas Young. Option B, Poisson. Option C, Moore. Option D, Robert Hooks. നമുക്കറിയാം സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂക്സ് ലോ. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ വർക്ക് ഇൻ സ്ലോ സ്പീഡ്. ഓപ്ഷൻ എ, ടാപ്പർ ടേണിംഗ്. ബി, ത്രെഡ് കട്ടിംഗ്. സി, ചാംഫറിംഗ്. ഡി, ഗ്രൈൻഡിങ്. നമുക്കറിയാം ത്രെഡ് കട്ടിംഗ് ഒരു സ്ലോ സ്പീഡ് വർക്കാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി, ത്രെഡ് കട്ടിംഗ്. നെക്സ്റ്റ്, ഇൻ ലെയ്ത്ത് ദ ഫോളോവർ റെസ്റ്റ് ഈസ് ഫിക്സഡ് ഓൺ. ഓപ്ഷൻ എ, ലെയ്ത്ത് ബെഡ്. ഓപ്ഷൻ ബി, സാഡിൽ. ഓപ്ഷൻ സി, ടെയിൽ സ്റ്റോക്ക്. ഓപ്ഷൻ ഡി, കാരേജ്. ഫോളോവർ റെസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് സാഡിലാണ്. ഓപ്ഷൻ ബി, സാഡിൽ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ലെയ്ത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ്. ഇതാണ് ഹെഡ് സ്റ്റോക്ക് അസംബ്ലി, ടെയിൽ സ്റ്റോക്ക് അസംബ്ലി, അതുപോലെ സ്പിൻഡിൽ വിത്ത് ചെക്ക് ടു ഹോൾഡ് ദ വർക്ക്. ഇത് ആപ്രോൺ. ഇതിൻ്റെ മേൽഭാഗമാണ് സാഡിൽ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ടൂൾ പോസ്റ്റ്, കോമ്പൗണ്ട് റെസ്റ്റ്, ക്രോസ് സ്ലൈഡ്. ഈ നാലിൻ്റെയും അസംബ്ലിനെയാണ് നമ്മൾ കാരേജ് എന്ന് പറയുന്നത്. ലെയ്ത്തിൻ്റെ മെയിൻ പാർട്ടിലെ മെയിൻ ബോഡീനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈ കാണിച്ചിരിക്കുന്നതാണ് ലീഡ് സ്ക്രൂ. ഇവിടെ ഒരു സ്പ്ലിറ്റ് നെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹാഫ് നെറ്റ് ഉണ്ട്. ആ ഹാഫ് നെറ്റാണ് ലീഡ് സ്ക്രൂവിനെ കാരേജുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെക്കാനിസം ഈസ് യൂസ്ഡ് ടു കണക്ട് കാരേജ് ടു ലീഡ് സ്ക്രൂ. ഓപ്ഷൻ എ, റാക്ക് ആൻഡ് പിനിയൻ. ഓപ്ഷൻ ബി, സ്ക്രൂ കട്ടിംഗ് മെക്കാനിസം. ഓപ്ഷൻ സി, ഹാഫ് നെറ്റ് മെക്കാനിസം. ഓപ്ഷൻ ഡി, ബാക്ക് ഗിയർ മെക്കാനിസം. നമുക്കറിയാം കാരേജിനെ ലീഡ് സ്ക്രൂ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഹാഫ് നെറ്റ് മെക്കാനിസം വെച്ചിട്ടാണ്. ഓപ്ഷൻ സി, ഹാഫ് നെറ്റ് മെക്കാനിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡാഷ് ഈസ് നോട്ട് ടൈറ്റൻഡ് പ്രോപ്പർലി ദ ഡ്രോ ബോൾട്ട് വിൽ ഗെറ്റ് ലൂസൻഡ്. ഓപ്ഷൻ എ, ആർബർ. ഓപ്ഷൻ ബി, ലോക്ക് നട്ട്. ഓപ്ഷൻ സി, കീ. ഓപ്ഷൻ ഡി, ആർബർ സപ്പോർട്ട്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, ലോക്ക് നട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ കട്ടിംഗ് ടൂൾസ് ഹാവ് വൈഡ് ആപ്ലിക്കേഷൻ ഓൺ lathes. Option A, single point. Option B, multi point. Option C, both single point and multi point. Option D, none of the mentioned. നമുക്കറിയാം ലെയ്ത്തിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനാണ്. ഓപ്ഷൻ എ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The horizontal feed, cross feed and screw cutting movement in a lathe is controlled by option apron, headstock, cross slide, tailstock. Answer ഓപ്ഷൻ എ ആപ്രോൺ. ആപ്രോണിലാണ് ഹൊറിസോണ്ടൽ ഫീഡും ക്രോസ് ഫീഡും ത്രെഡ് കട്ടിങ് മെക്കാനിസം, അതായത് ഹാഫ് നെറ്റ് മെക്കാനിസവും ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഏതിലാണ്? ആപ്രോണിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സെൻട്രൽ ലൈറ്റ്? ഓപ്ഷൻ എ കാരേജ്, ഓപ്ഷൻ ബി ക്രോസ് റെയിൽ, ഓപ്ഷൻ സി ആപ്രോൺ, ഓപ്ഷൻ ഡി ബെഡ്. നമ്മൾ പറഞ്ഞു കാരേജും ആപ്രോണും ബെഡും ഒക്കെ സെൻട്രൽ ലൈറ്റിൻ്റെ പാർട്ടാണ്. ആൻസർ ഓപ്ഷൻ ബി ക്രോസ് റെയിൽ. ക്രോസ് റെയിൽ എന്തല്ല? സെൻട്രൽ ലൈറ്റിൻ്റെ പാർട്ടല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് സിലിണ്ട്രിക്കൽ റഫ് കാസ്റ്റിംഗ് ഫോർ ടേണിംഗ്? ഓപ്ഷൻ എ 4-jaw ചെക്ക്, ഓപ്ഷൻ ബി 3-jaw ചെക്ക്, ഓപ്ഷൻ സി മാഗ്നറ്റിക് ചെക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സിലിണ്ട്രിക്കൽ റഫ് കാസ്റ്റിംഗ് ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 4-jaw ചെക്കാണ്. ആൻസർ ഓപ്ഷൻ എ 4-jaw ചെക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജസ് ഓഫ് ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ്? ഓപ്ഷൻ എ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ടേപ്പേഴ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, ഓപ്ഷൻ ബി പവർ ഫീഡ് ക്യാൻ ബി ഗിവൺ, ഓപ്ഷൻ സി ലാർജ് ആംഗിൾ ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, ഓപ്ഷൻ ഡി ത്രെഡ് ഓൺ ടേപ്പർ പോർഷൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ലാർജ് ആംഗിൾ ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റിൽ നമുക്ക് ലാർജ് ആംഗിൾ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ലെയ്ത്തിൽ ടേപ്പർ കട്ട് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് 4 മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഫോം ടൂൾ, 2 ഓഫ്സെറ്റ് കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡ്, 3 ഓഫ്സെറ്റ് ടെയിൽ സ്റ്റോക്ക് മെത്തേഡ്, 4th ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ് മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ദ പാർട്ട് വിച്ച് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ ഇൻ എ സെൻട്രൽ ലൈത്ത്? ഓപ്ഷൻ എ ലീഡ് സ്ക്രൂ, ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ സി ചേഞ്ച് ഗിയർ യൂണിറ്റ്, ഓപ്ഷൻ ഡി ഹാഫ് നെറ്റ്. ത്രെഡ് കട്ടിങ്ങിൽ നമുക്ക് നെസസറി അല്ലാത്ത ലെയ്ത്തിൻ്റെ പാർട്ട് ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്ക് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ലെയ്ത്ത് മെഷീൻ ഇന്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ടേപ്പർ ടേണിംഗ് ക്യാൻ ബി ഡൺ ബൈ ഓപ്ഷൻ എ ഓഫ്സെറ്റിംഗ് ദ ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ ബി കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദ ക്രോസ് സ്ലൈഡ് ആൻഡ് കോമ്പൗണ്ട് സ്ലൈഡ്, ഓപ്ഷൻ സി സ്വേലിംഗ് ദ കോമ്പൗണ്ട് സ്ലൈഡ്, ഓപ്ഷൻ ഡി ഫോം ടൂൾ മെത്തേഡ്. നമ്മൾ ലെയ്ത്തിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ടേപ്പർ ടേണിംഗ് ചെയ്യുന്നത് സ്വേലിംഗ് ദ കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡിലാണ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക. കോമ്പൗണ്ട് സ്ലൈഡിനെ നമുക്ക് 2 ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോമ്പൗണ്ട് സ്ലൈഡിനെ ഹാഫ് ടേപ്പർ ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടേപ്പർ ടേണിങ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലെയ്ത്ത് ഫോം ടൂൾസ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഡാഷ്. ഓപ്ഷൻ സിലിണ്ട്രിക്കൽ സർഫേസ്, ടേപ്പേർഡ് സർഫേസ്, ത്രെഡ്, ഓപ്ഷൻ ഡി സർഫേസസ് വിച്ച് ആർ നൈദർ സിലിണ്ട്രിക്കൽ നോർ ടേപ്പേർഡ്. ഒന്നിലധികം കട്ടിംഗ് അടിച്ചുള്ള ഒരു ഡെഫിനിറ്റ് പ്രൊഫൈലുള്ള കട്ടിംഗ് ടൂളാണ് ഫോം ടൂൾ എന്ന് പറയുന്നത്. ഈ ഫോം ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസൈർഡ് ഫോം വർക്ക് പീസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ദ സർഫേസസ് വിച്ച് ആർ നൈദർ സിലിണ്ട്രിക്കൽ നോർ ടേപ്പേർഡ്. ആൻസർ ഓപ്ഷൻ ഡി ദ സർഫേസസ് വിച്ച് ആർ നൈദർ സിലിണ്ട്രിക്കൽ നോർ ടേപ്പേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ചേസിംഗ് ഡയൽ ഓൺ ലെയ്ത്ത് ഈസ് ടു അച്ചീവ് ഡാഷ്. ഓപ്ഷൻ കട്ടിംഗ് ഓൺ tapered threads, option B picking up thread accurately at the beginning of each cut, option C cutting on multiple threads, option D plunk cut. നമുക്കറിയാം ചേസിംഗ് ഡയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രെഡ് കട്ടിങ്ങിലാണ്. ത്രെഡ് കട്ടിങ്ങിൽ ത്രെഡിൻ്റെ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേസിംഗ് ഡയൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പിക്കിംഗ് അപ്പ് ദ ത്രെഡ് ആക്യുറേറ്റ്ലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് കട്ട്. ഈ ഫിഗറിൽ കാണുന്നത് പോലെയാണ് ചേസിംഗ് ഡയലിൻ്റെ കൺസ്ട്രക്ഷൻ. ഒരു ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ ഒരു വേം ഗിയറും നെക്സ്റ്റ് എൻഡിൽ ഒരു ഡയലും ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ഈ വേം ഗിയർ ലീഡ് സ്ക്രൂ ആയിട്ട് മെയ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ലീഡ് സ്ക്രൂവിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ചേസിംഗ് ഡയലിൻ്റെ ടോപ്പിലെ ഡയലിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വരും. ഈ ഡയലിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ത്രെഡ് പിക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് എംബോസിംഗ് ദ ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ ഓൺ വർക്ക് പീസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ചാംഫറിംഗ്, ഓപ്ഷൻ ബി പാർട്ടിംഗ്, ഓപ്ഷൻ സി
ഫേസിങ്, ഓപ്ഷൻ ഡി നേളിങ്. വർക്ക് പീസിൽ ഇതുപോലെ ഡയമണ്ട് ഷേപ്പുള്ള പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നേളിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി നേളിങ്. ഇനി ചാംഫറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പീസിൻ്റെ എഡ്ജിൽ ഇതുപോലെ ചാംഫർ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാംഫറിങ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി 45 ഡിഗ്രി ആംഗിളിലാണ് ചാംഫറിങ് ചെയ്യുക. നെക്സ്റ്റ് ഫേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസിൻ്റെ എൻഡിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്തൊരു ഫ്ലാറ്റ് സർഫസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫേസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് ടൈപ്പ് ടൂൾ വെച്ചിട്ട് ഒരു സ്പെസിഫിക് ലെങ്ത്തിൽ നമ്മുടെ വർക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാർട്ടിങ് അല്ലെങ്കിൽ പാർട്ടിങ് ഓഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ്. ഓപ്ഷൻ എ ബ്രേക്ക് പവർ ടു ഹീറ്റ് ഇൻപുട്ട് ഓഫ് ദ എൻജിൻ. ഓപ്ഷൻ ബി ബ്രേക്ക് പവർ ടു ടോട്ടൽ ഫ്യൂവൽ കൺസപ്ഷൻ ഓഫ് ദ എൻജിൻ. ഓപ്ഷൻ സി ബ്രേക്ക് പവർ ടു സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ ഓഫ് ദ എൻജിൻ. ഓപ്ഷൻ ഡി ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റ് പവർ ഓഫ് ദ എൻജിൻ. നമുക്കറിയാം ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പവർ ടു ഹീറ്റ് ഇൻപുട്ട് ഓഫ് ദ എൻജിൻ. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, എന്താ ഇൻഡിക്കേറ്റഡ് പവർ? ഫ്യൂവൽ കമ്പസ്റ്റൻ നടക്കുമ്പോൾ സിലിണ്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഫ്യൂവൽ പവർ അല്ലെങ്കിൽ ഹീറ്റ് ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റഡ് പവറായിട്ട് മാറില്ല. അവിടെ ഹീറ്റ് ലോസ് പോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ പവർ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റഡ് പവറായിട്ട് മാറില്ല. ഇൻഡിക്കേറ്റഡ് പവർ ഫ്യൂവൽ പവറിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ്, ബ്രേക്ക് പവർ. എന്താ ബ്രേക്ക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിനെയാണ് നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ബ്രേക്ക് പവർ ഇൻഡിക്കേറ്റഡ് പവറിനേക്കാളും കുറവായിരിക്കും. കാരണം ഫ്രിക്ഷൻ ലോസസ് ആണ്. ബ്രേക്ക് പവർ ഇൻഡിക്കേറ്റഡ് പവറിനേക്കാളും കുറവാൻ കാരണം എന്താണ്? ഫ്രിക്ഷണൽ ലോസസ്. ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ഫ്രിക്ഷണൽ പവർ. ഇനി ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് പവർ ടു ഹീറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഫ്യൂവൽ പവർ. റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് പവർ ടു ഫ്യൂവൽ പവർ. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഫ്യൂവൽ പവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ടു ഡിറ്റർമൈൻ ഓപ്ഷൻസ് the mechanical efficiency of each cylinder, the volumetric efficiency of each cylinder, the brake power of each cylinder, the indicated power of each cylinder. നമുക്കറിയാം മോർസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് സിലിണ്ടേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ ഡി ദ ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ഈച്ച് സിലിണ്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമൈസർ ഇൻ എ സ്റ്റീം ബോയിലർ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻസ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, to indicate the water level inside the boiler, heat the feed water by utilizing the heat in the exhaust gas, regulate the supply of water pumped into the boiler. സ്റ്റീം ബോയിലറിൽ നമ്മൾ എക്കണോമൈസർ യൂസ് ചെയ്യുന്നത് ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റ് ദ ഫീഡ് വാട്ടർ ബൈ യൂട്ടിലൈസിങ് ഹീറ്റ് ഇൻ ദ എക്സോസ്റ്റ് ഗ്യാസ്. ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഫീഡ് വാട്ടറിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കണോമൈസർ ബോയിലറിൽ യൂസ് ചെയ്യുന്നത്. ബോയിലറിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ബോയിലർ ആക്സസറീസ്. ഫീഡ് പമ്പ്, സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ, എയർ പ്രീഹീറ്റർ, ഇഞ്ചക്ടർ, ഇത്രയാണ് ബോയിലർ ആക്സസറീസ്. ഇതാണ് ഒരു ബോയിലർ പ്ലാന്റിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. ഫീഡ് പമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോയിലറിലേക്ക് ഫീഡ് വാട്ടർ പമ്പ് ചെയ്യുന്നത്. ആ ഫീഡ് വാട്ടർ പ്രീഹീറ്റ് ചെയ്യാനുള്ള ഡിവൈസാണ് എക്കണോമൈസർ. നെക്സ്റ്റ്, സൂപ്പർ ഹീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീമിനെ സൂപ്പർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എയർ പ്രീ ഹീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഇൻടേക്ക് എയറിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീം ഇഞ്ചക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾഡ് വാട്ടർ ബോയിലറിലേക്ക് സ്റ്റീം പ്രഷറിൽ ഡെലിവർ ചെയ്യാനാണ് നമ്മൾ സ്റ്റീം ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് എ മോഡറേറ്റർ ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് ടു. ഓപ്ഷൻസ് അബ്സോർബ് ദ thermal neutrons and control the chain reaction. Option B, take away the heat from the reactor to the heat exchanger. Option C, store the fissionable material for better control of reaction. Option D, slow down the fast moving fission neutrons. നമുക്കറിയാം മോഡറേറ്റർ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് മൂവിങ് ഫിഷൻ ന്യൂട്രോണിനെ സ്ലോ ഡൗൺ ചെയ്യാനാണ്. ഓപ്ഷൻ ഡി, സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ഫിഷൻ ന്യൂട്രോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
When the water levels falls below the safe limit, the following device will extinguish the fire in the furnace of the boiler. Option A, fusible plug. B, safety valve. C, blow-off cock. D, feed check valve. ബോയിലറിൽ വാട്ടർ ലെവൽ സേഫ് ലിമിറ്റിനേക്കാളും താഴെ പോകുമ്പോൾ ഫർണസിൻ്റെ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് ഫ്യൂസിബിൾ പ്ലഗ്. ഓപ്ഷൻ എ, ഫ്യൂസിബിൾ പ്ലഗ്. ഫ്യൂസിബിൾ പ്ലഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ ബോഡിയും അതിൻ്റെ ഉള്ളിൽ ഒരു ടാപ്പേർഡ് ഷേപ്പിലുള്ള ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റലും ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂസിബിൾ മെറ്റലും ആയിരിക്കും. ഈ സിലിണ്ട്രിക്കൽ ബോഡി നമ്മൾ ഗൺമെറ്റൽ, ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ് ഒക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഫ്യൂസിബിൾ മെറ്റൽ സാധാരണ കോപ്പർ പോലെയുള്ള ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റലായിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നോർമൽ കേസിൽ ഫ്യൂസിബിൾ പ്ലഗ് എപ്പോഴും വാട്ടറിൽ സബ്മേർജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്യൂസിബിൾ പ്ലഗിലെ ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റലിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും മെൽറ്റിംഗ് പോയിന്റിന് താഴെയായിരിക്കും. ഇനി വാട്ടർ ലെവൽ സേഫ് ലിമിറ്റിന് താഴെ വരുമ്പോഴത്തേക്കും ഫർണസിൻ്റെ ടെമ്പറേച്ചർ കാരണം ഈ ഫ്യൂസിബിൾ പ്ലഗിൻ്റെ ലോ മെൽറ്റിംഗ് പ്ലഗ് മെൽറ്റ് ചെയ്യും. അങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ സ്റ്റീം ഫർണസിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഫർണസിലെ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. ഇനി ബോയിലറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബോയിലറിൽ മൗണ്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ബോയിലർ മൗണ്ടിങ്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ബോയിലർ മൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, പ്രഷർ ഗേജ്, സേഫ്റ്റി വാൽവ്സ്, സ്റ്റോപ്പ് വാൽവ്, ബ്ലോ ഓഫ് കോക്ക്, ഫീഡ് ചെക്ക് വാൽവ്, ഫ്യൂസിബിൾ പ്ലഗ്. ഇത്രയുമാണ് മെയിനായിട്ടുള്ള ബോയിലർ മൗണ്ടിങ്സ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബോയിലറിൽ ഫിക്സ് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ത്? ബോയിലർ മൗണ്ടിങ്സ്. അപ്പോൾ നമ്മൾ നടത്തിയ മോക്ക് ടെസ്റ്റിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക്സ്.